അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച. 2 ദിവസം മുൻപ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും യുവമോർച്ച BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. സമാധാനപരമായിരുന്നു മാർച്ച്. ആ മാർച്ചിന് DYFI SFI ഗുണ്ടകളെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ തയ്യാറായത്. ഇവിടെ പിണറായിയുടെ മറ്റൊരു ഗുണ്ടപ്പടയായിട്ടുള്ള കേരളത്തിലെ പോലീസിനെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പാർട്ടിയുടെ ഈ സമരത്തിൽ യുവമോർച്ചയുടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് പരിക്കുകൾ പോലീസിന്റെ മർദ്ദനം പോലും ഏറ്റുവാങ്ങിയിരിക്കുന്ന പാർട്ടിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി, അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, പിണറായി വിജയന്റെ മുമ്പിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇന്ന് യുവമോർച്ച കാണിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ യുവതയുടെ ത്രസിക്കുന്ന ശക്തിയാണ് ഭാരതീയ ജനതാ യുവമോർച്ച എന്ന് കേരളത്തിന് ബോധ്യം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഈ സെക്രട്ടേറിയറ്റും പരിസരവും സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരാവശ്യത്തിനു വേണ്ടിയാണ് ഈ പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നതെങ്കിൽ ആ ആവശ്യം നിറവേറ്റുന്നത് വരെ അചഞ്ചലമായ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ 50ഓളം വരുന്ന പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റിരിക്കുന്നു. 1 അല്ല 2 അല്ല നിരവധി പ്രാവശ്യമാണ് ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ അവരുടെ മൃഗീയമായിട്ടുള്ള താണ്ഡവം നടത്തിയിരിക്കുന്നത്. ക്ഷമിക്കാൻ പറ്റുന്നതല്ല. പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മാപ്പ് തരില്ല. നിങ്ങൾ കൊള്ള നടത്തിയതിനെതിരായിട്ടുള്ള സമരമാണ്. ശബരീശ്വരനെ കൊള്ളയടിച്ചതിനെതിരായിട്ടുള്ള സമരമാണ്. അമ്പലം വിഴുങ്ങിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ്. അമ്പലത്തിൽ നിന്നെടുത്ത ശബരീശ്വരിൽ നിന്നെടുത്ത 1 ഗ്രാം സ്വർണം പോലും തിരിച്ചു വരുന്നത് വരെ ഭാരതീയ ജനതാ യുവമോർച്ചയും BJP അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിലെ യുവതയുടെ പ്രസരിപ്പുള്ള ശക്തിയുടെ പ്രതീകമാണ് ഭാരതീയ ജനതാ യുവമോർച്ച. ആ യുവമോർച്ച ഒരു സമരത്തിൽ ഇറങ്ങിയാൽ ആ സമരത്തിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നേടുന്നത് വരെ ആ സമരവുമായി മുന്നോട്ട് പോകും. പിണറായി വിജയ, ഇതാ ഇവിടെ ഒരു തുടക്കമാണ്. ഇനി താങ്കളുടെ പോലീസിനും താങ്കളുടെ ബാരിക്കേഡുകൾക്കും ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആവേശത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും തടയാൻ സാധ്യമല്ല എന്ന് ഭരണകൂടത്തിന് നൽകിയ സൂചനയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്നിരിക്കുന്ന സമരം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളുടെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടം, അചഞ്ചലമായിട്ടുള്ള പോരാട്ടം, ഈ പോരാട്ടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അങ്ങേയറ്റം വിലമതിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. പോലീസിന്റെ മർദ്ദനമേറ്റ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പോലീസിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള പ്രവർത്തകർ, അവരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം മുഴുവൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനോജ്, യുവമോർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, അതേപോലെ തന്നെ യുവമോർച്ചയുടെ കരുത്തുറ്റ നേതാക്കന്മാർ,
യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകന്മാർ ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത് കേരളത്തിലെ യുവാക്കന്മാരുടെ സംരക്ഷണത്തിനും അതേപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്. ജനാധിപത്യ രീതിയിൽ സമാധാനപരമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയത്. ഇതുപോലെ ഇന്നലെ 2 ദിവസം മുൻപ് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി വാസന്റെ വീട്ടിലേക്കും യുവമോർച്ച BJP പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. സമാധാനപരമായിരുന്നു മാർച്ച്. ആ മാർച്ചിന് DYFI SFI ഗുണ്ടകളെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതക്കാൻ തയ്യാറായത്. ഇവിടെ പിണറായിയുടെ മറ്റൊരു ഗുണ്ടപ്പടയായിട്ടുള്ള കേരളത്തിലെ പോലീസിനെ അയച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകന്മാരെ തല്ലിച്ചതച്ച് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പിണറായി വിജയനെതിരായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധവും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് LDF പിണറായി സർക്കാരിന്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരമായ ലാത്തിചാർജ് വരുൺ ഉൾപ്പെടെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ ഉൾപ്പെടെ 50ഓളം പ്രവർത്തകരെയാണ് ഈ പോലീസ് തല്ലിച്ചതച്ചത്. ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജലപീരങ്കി കൊണ്ടും അതുപോലെ പോലീസിന്റെ ലാത്തി കണ്ടുകൊണ്ടും മുട്ടുമടക്കുന്നവരല്ല യുവമോർച്ച. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, പിണറായി വിജയ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കില്ല യുവമോർച്ച പ്രവർത്തകർ എന്ന് മാത്രമല്ല, നിങ്ങളെ ഞങ്ങൾ മുട്ടുകുത്തിച്ച് മാത്രമേ ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ പിന്മാറുകയുള്ളൂ. ഞങ്ങൾ നിങ്ങളെ മുട്ടുകുത്തിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇത് കേരളത്തിൽ വ്യാപകമായി ഈ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തിട്ടുള്ള അതേത് കൊലക്കൊമ്പനായാലും ശരി, അവരുടെ കയ്യിൽ കയ്യാമം വെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ നാട് എന്നാണ് കേരളത്തെ അറിയപ്പെടുന്നത്. പക്ഷേ ദൈവത്തിന് രക്ഷയില്ലാത്ത നാടായി പിണറായി വിജയൻ കേരളത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അമ്പലക്കള്ളന്മാരായിട്ടുള്ള ഈ സർക്കാരിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന കാര്യം സംശയമില്ല. പിണറായി വിജയൻ ഒക്കച്ചങ്ങാതിമാരായ മൂത്ത കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പോലെ യുവമോർച്ചയും BJPയെയും ആ തരത്തിൽ കൂട്ടേണ്ടതായിട്ടില്ല. അടിയുടെ മുന്നിൽ അതുപോലെ ഇടിയുടെ മുന്നിൽ പതറുന്നവരല്ല യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകരെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. അവസാന നിമിഷം വരെ യുവമോർച്ച പ്രവർത്തകർ പോലീസിന്റെ ജലപീരങ്കിയെയും ലാത്തിചാർജിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചുറപ്പോടുകൂടി നേരിട്ടുകൊണ്ട് സമരത്തിന്റെ അവസാന നിമിഷത്തിലും ഉറച്ചു നിന്നിരിക്കുന്നു. യുവമോർച്ചയുടെ ഉശിരന്മാരായ പ്രവർത്തകരെ, നിങ്ങൾക്ക് BJPയുടെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. വീണ്ടും പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.